വിവരാവകാശ നിയമം നിലവിൽ വന്നിട്ട് 2 പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. ഒന്നാം മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് 2005 ഒക്ടോബർ 12-നാണ് നിയമം നിലവിൽ വന്നത്. 2005-ൽ പാർലമെന്റിൽ വിവരാവകാശ ബിൽ അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞത് ഈ ബിൽ പാസ്സാവുന്നത് നമ്മുടെ ഭരണ സംവിധാനത്തിൽ ഒരു യുഗത്തിന് നാന്ദി കുറിക്കുമെന്നാണ്. സ്വീഡനിൽ 1887-ൽ നിലവിൽ വന്ന ദ ഫ്രീഡം ഓഫ് ദ പ്രസ് ആക്ട് വിവരാവകാശ നിയമങ്ങളുടെ മാതാവായി പരിഗണിക്കപ്പെടുന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും കുറവ് അഴിമതിയുള്ള രാജ്യമാണ് സ്വീഡൻ. 1946-ൽ ഐക്യരാഷ്ട്ര സംഘടനയും അറിയാനുള്ള അവകാശം പൗരന്റെ മൗലികാവകാശമാണ് എന്ന പ്രമേയം പാസാക്കിയിരുന്നു. 1960-ൽ യുനെസ്കോ അറിയാനുള്ള അവകാശ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അംഗീകരിച്ചു. ഇന്ന് 120 രാജ്യങ്ങളിൽ വിവരാവകാശ നിയമത്തിന് തത്തുല്യമായ നിയമങ്ങളുണ്ട്. പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുന്നതിനും സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി തയ്യാറാക്കിയ നിയമമാണ് വിവരാവകാശ നിയമം. പഞ്ചായത്ത് ഓഫീസ് മുതൽ സുപ്രീം കോടതി വരെ സർക്കാരിന്റെ അധീനതയിലുള്ള രേഖകളും വിവരങ്ങളും 10 രൂപ മുടക്കി വളരെ ലളിതമായ ഒരു അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ ഏതൊരു പൗരനും നേടാം. 2-ാം ഷെഡ്യൂളിൽ പ്രതിപാദിപ്പിച്ച ചില സുരക്ഷാ ഇന്റലിജൻസ് വിഭാഗങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരില്ല. എന്നാൽ അഴിമതി, മനുഷ്യാവകാശ ലംഘനം തുടങ്ങിയ കേസുകളിൽ ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വിവരം തേടാവുന്നതാണ്. പ്രതികരണമൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിലോ അല്ലെങ്കിൽ നൽകിയിട്ടുള്ള വിവരങ്ങളിൽ തൃപ്തരല്ലെങ്കിലോ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള അവസരവുമുണ്ട്. മാധ്യമ, പരിസ്ഥിതി, സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, അഭിഭാഷകർ തുടങ്ങിയവരാണ് ഏറ്റവും കൂടുതൽ ഈ നിയമം പ്രയോജനപ്പെടുത്തിയത്. വിവരാവകാശ നിയമപ്രകാരം ഇന്ത്യയിൽ ഒരു വർഷം ഏകദേശം 60 ലക്ഷത്തോളം അപേക്ഷകൾ ലഭിക്കുന്നുണ്ട്. വിവരാവകാശ നിയമം ഉപയോഗിച്ച് വിവിധ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുകയും അഴിമതികൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്ത 80ഓളം മാധ്യമപ്രവർത്തകരും പൊതുപ്രവർത്തകരും ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വിവരാവകാശ നിയമം അട്ടിമറിക്കുന്നതിനുള്ള നീക്കം ഭരണതലത്തിൽ സജീവമാണ്. 2019-ൽ പാർലമെന്റ് പാസാക്കിയ വിവരാവകാശ നിയമ ഭേദഗതി, 2023-ൽ കൊണ്ടുവന്ന ഡിജിറ്റൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് എന്നിവ ഉദാഹരണങ്ങളാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധിയും വേതനവും മറ്റ് വ്യവസ്ഥകളും നിശ്ചയിക്കാൻ കേന്ദ്ര സർക്കാരിനെ ചുമതലപ്പെടുത്തുന്നതാണ് 2019-ലെ ഭേദഗതി. ഇതിലൂടെ വിവരാവകാശ കമ്മീഷനെ സർക്കാരിന്റെ ചൊൽപ്പടിക്ക് നിർത്താനും കമ്മീഷനിൽ സർക്കാരിന്റെ ഇടപെടൽ ഉറപ്പുവരുത്താനും കഴിയും. 2023-ലെ ഡിജിറ്റൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് വിവരാവകാശ നിയമത്തിന്റെ ആത്മാവിനെ തകർത്ത് കളഞ്ഞുവെന്ന് തന്നെ പറയാം. വ്യക്തിഗത വിവരങ്ങൾ കൈമാറരുതെന്ന് ആക്ടിലെ സെക്ഷൻ 44(3) പറയുന്നു. ദേശസുരക്ഷ, ക്രമസമാധാനം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങളെ വേണ്ടിവന്നാൽ ഒഴിവാക്കാൻ സാധിക്കുന്ന നിയമത്തിലെ നിബന്ധന വലിയ വിമർശനം നേരിടുന്നു. മോദി സർക്കാരിന്റെ 11 വർഷത്തെ ഭരണത്തിൽ വിവരാവകാശ കമ്മീഷണർമാരുടെ തസ്തികകൾ നികത്തപ്പെടാതെ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു എന്നുകൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. കേന്ദ്രത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കസേര 2014 മുതൽ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഏകദേശം 32,000-ഓളം വിവരാവകാശ അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്.